ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചമാങ്ങ സംഭാരമാണ്. ഒരു വെറൈറ്റി ഒരു ജ്യൂസാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ, അതായത് ഒരു വലിയൊരു സൈസ് മാങ്ങ വലിയ മാങ്ങ ആയതുകൊണ്ട് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ മാങ്ങയാണുള്ളതെങ്കിൽ ആ ചെറിയ മാങ്ങ രണ്ടെണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ ഞാൻ മാങ്ങയെല്ലാം കട്ട് ചെയ്ത മാങ്ങ ജാറിനകത്തോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇഞ്ചി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാന്താരി മുളക്, ഇച്ചിരി പഴുത്തതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മതിയാവും നമുക്ക്. ഇനി കാന്താരി ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അത് നമുക്ക് ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങയിൽ ഇച്ചിരി പുളി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഉപ്പ് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ മാങ്ങയിൽ പുളി അനുസരിച്ച് നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കുക. അതുകൂടാതെ ഇതിനകത്തോട്ട് ഞാൻ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം തണുപ്പിച്ചെടുത്തതാണ്. ഒരു 3 കപ്പ് വെള്ളമാണ്. ഒരു മാങ്ങ, വലിയ സൈസ് മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 8-10 സെക്കൻഡ് വീതം വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. അതായത് ഒത്തിരി അടിച്ചെടുക്കണ്ട, ഒരു 8-10 സെക്കൻഡ് അടിച്ചാൽ മതിയാകും. ഞാൻ അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റത്തേക്ക് മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ഗ്ലാസ് എടുത്ത് ഒരു പാത്രത്തിനകത്ത് ഇച്ചിരി പഞ്ചസാര തൂവിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ടോപ്പിൽ ഇത്തിരി പഞ്ചസാര ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഉപ്പിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര ഉള്ളിലോട്ട് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. കണ്ടില്ലേ, എല്ലായിടത്തും പഞ്ചസാര ഞാനിതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ജാറിൽ നിന്നും അരച്ചെടുത്ത സംഭാരം ഞാൻ അരിപ്പ് കൊണ്ട് ഊറ്റി ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിനി ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ഒഴിക്കാം. അങ്ങനെ ഇവിടെ പച്ചമാങ്ങ സംഭാരം റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയും ചെയ്യണം, മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ.